ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പൃഥ്വിരാജ് കുമാരൻ കേന്ദ്ര കഥാപാത്രമെടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. വൻപൻ പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയുടെ നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ എല്ലാത്തിനെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷയായിട്ട് എത്തിയ ചിത്രത്തിന്റെ 6ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്തിയെന്ന് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ്, ഷമ്മി തിലകൻ, സുരാജ് വെഞ്ഞാറമൂട്, അനു മോഹൻ, പ്രിയംവദ കൃഷ്ണൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജയൻ നമ്പ്യാർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ തന്നെ ചിത്രത്തിനായിട്ട് കാത്തിരുന്നിട്ടുണ്ടെങ്കിലും ചിത്രത്തിന് അത്ര മികച്ച റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അത് കളക്ഷനിൽ നല്ല രീതിയിൽ തന്നെ ഇടിവുണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനങ്ങളിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ട് വീക്കെൻഡിൽ അടക്കം തകരുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ 6ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 24 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിലെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 7 മുതൽ 8 കോടി രൂപ വരെ സ്വന്തമാക്കുന്നു എന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിട്ട് മാറുമെന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ രണ്ടാം ഭാഗത്തെ ചിത്രത്തിന് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു വീക്കെൻഡിൽ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം. പൃഥ്വിരാജ് ചിത്രം വിലായത് ബുദ്ധ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ വിലായത് ബുദ്ധ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.